ഓപ്പറേഷൻ സിന്ധു പ്രകാരം ഇറാനിൽ നിന്നുള്ളവരുമായി പുതിയ വിമാനം ഡൽഹിയിലെത്തി. മഷ്കദിൽ നിന്ന് ഡൽഹിയിലെത്തിയ വിമാനത്തിൽ 290 ഇന്ത്യക്കാരും ഒരു ശ്രീലങ്കൻ പൗരനുമുണ്ട്. ഇതോടെ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 2003 ഉയർന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, കൂടുതൽ വിമാനങ്ങൾ എത്തുന്നു, വിവരങ്ങൾ. ഉന്മേഷ്, ഇറാൻ ഇസ്രായേൽ സംഘർഷം വഷളായതോടുകൂടി ഇപ്പോൾ ഇറാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ പൂർണ്ണമായി ഒഴിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഓപ്പറേഷൻ സിന്ധു. അതിലിപ്പോൾ കൂടുതൽ വിമാനങ്ങൾ രാജ്യത്തേക്ക് എത്തുന്നത്. ഇന്ന് 2 വിമാനങ്ങളാണ്. അതായത് 7:30 ഒരു വിമാനം മഷ്കാദിൽ നിന്നെത്തി. ഒപ്പം 9:40 ഒരു വിമാനം ഡൽഹിയിൽ എത്തുകയുണ്ടായി. അതിൽ 7:30 എത്തിയിൽ 2 മലയാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് എരിഞ്ഞിക്കൽ സ്വദേശി റഷീദ്, മലപ്പുറം തിരൂർ സ്വദേശി മുഹമ്മദ് ഇംതിയാസ്, അങ്ങനെ 2 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ മഷ്കദിൽ നിന്ന് വിമാനത്തിൽ അതായത് 290 ഇന്ത്യക്കാരുണ്ടായിരുന്നു എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. അതിലൊരു ശ്രീലങ്കൻ പൗരനും ഉണ്ടായിരുന്നു എന്നതാണ് കാര്യം. നേരത്തെ നേപ്പാളും ശ്രീലങ്കയും അവരുടെ പൗരന്മാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യയോട് സഹായം തേടിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ശ്രീലങ്കൻ പൗരന്മാരെ കൂടി ഇപ്പോൾ രാജ്യത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്നത്. ഇതോടെ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 2003 എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. അതേസമയത്ത് ഇന്ന് 11:30 ഇസ്രായേലിൽ നിന്ന് ഒഴിപ്പിച്ച ജോർദാനിൽ എത്തിച്ച ഇന്ത്യക്കാരെ കൂടി ഇന്ന് 11:30 ഡൽഹിയിൽ എത്തിക്കുന്നുണ്ട്. ജോർദാനിയൻ എയർലൈൻസിന്റെ സഹായത്തോടു കൂടിയാണ് അമാനിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിക്കുന്നത്. ആ സംഘം 11:30 ഡൽഹിയിൽ എത്തുക. അതിലും മലയാളികൾ ഉണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഉന്മേഷ്, ശരി. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.